നമ്മുടെ മണവാളൻ്റെ ചാനലിൽ മണവാളൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. കോയിൻ്റെ അതർ സൈഡ് പറയുമെന്ന് അന്ന് സ്റ്റോറി ഇട്ടിരുന്ന മണവാളൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് അതിൻ്റെ ഫോളോ അപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കണ്ടത് മണവാളൻ പോലീസ് സ്റ്റേഷൻ, ജയില്, കുറേ ഇൻസിഡൻറ്റ്സ് ഹാപ്പനിങ്, പിന്നെ മണവാളൻ്റെ പാരൻസിൻ്റെ പ്രസ് മീറ്റ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും മണവാളൻ സ്വന്തം ചാനലിലൂടെ മണവാളൻ സത്യങ്ങൾ പുറത്ത് പറയുന്നു. ന്യൂ ലുക്ക് മണവാളൻ്റെ കേസ് സത്യാവസ്ഥ, CCTV ഫുട്ടേജ് സത്യങ്ങൾ തുറന്ന് പുറത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ ഇൻസിഡൻറ്റ് അക്കോർഡിംഗ് ടു മണവാളൻ എന്താണ് ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്, ഇതുവരെ പോലീസിൻ്റെ FIR ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ആ ഇൻസിഡൻറ്റ് അറിയാമെന്ന് പറഞ്ഞ വ്യക്തികളിലൂടെ നമ്മളിലേക്ക് എത്തിയത് മാത്രമാണ് ഉണ്ടായിരുന്നത്. മെജോറിറ്റിയും പോലീസുകാരും അവരുടെ FIR ഉണ്ടായിരുന്ന അവരുടെ ഡീറ്റെയിലിങ്ങും ലുക്കൗട്ട് നോട്ടീസിലെ ഡീറ്റെയിലിങ്ങും പിന്നെ ന്യൂസ് ചാനലുകൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്ന ഡീറ്റെയിലിങ്ങുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും കേട്ടതും. ഡെഫിനറ്റ്ലി മണവാളിൻ്റെ സൈഡ് പറയണം. അതും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ കണ്ടിന്യൂസ് ആയിട്ട് മണവാളൻ്റെ വീഡിയോസ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നോക്കുമ്പോൾ പലരും മണവാളൻ്റെ വീഡിയോസ് പലരും ചെയ്തിട്ട് പോയി. പക്ഷേ മണവാളൻ ഇപ്പം പറഞ്ഞ പല ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ ഇതിൻ്റെ മണവാളൻ്റെ ഒരു വേർഷനും ആരും ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ്. എന്താണെങ്കിലും മണവാളിന് പറയാനുള്ളത് ഡെഫിനറ്റ്ലി നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ഗൈസ്, ഞാനൊരു ഫേക്ക് കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുറ്റവാളിയല്ല, കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറി അല്ല, അതിനല്ല നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും കോടതിയൊക്കെ. അപ്പോൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം 19/4/2024, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ഈ കേരളവർമ്മ കോളേജൊക്കെ മുടക്കാണ്, ഗേറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു. അവിടെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിന്റെ ബാക്കിൽ കുറെ കോമ്പൗണ്ട് ഉണ്ടാവല്ലോ, അതില് വിദ്യാർത്ഥികളല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ, വർഷം മുന്നേ പഠിച്ചു പോയവരാണ്, ഇപ്പൊ നിലവിൽ പഠിക്കുന്നവരല്ല. അവര് കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോളേജിന്റെ കോമ്പൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാല് വേറെ FIR ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു, വേറെ അവരെ കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ട് തന്നെ ഒരു പാടമുണ്ട്. ആ പാടത്തിന് തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർ കളിക്കുന്നത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരളവർമ്മ കോളേജിനെ തൊട്ടുള്ള ഈ ഗ്രൗണ്ട്. അപ്പൊ അവിടെ ഈ കുറച്ച് ഒരു 10-15 പിള്ളേർ കൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഈ സംഭവ സ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലോ ഞാനില്ല, ഈ സംഭവ സ്ഥലത്തേ ഞാനില്ല. ഇവിടെ എന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് ഇവര് സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സഞ്ജയുടെ FIS, അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ്, അവര് മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ FIS ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 കേസിന്റെ FIS എടുത്തിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട്, അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം, തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട്. അവർക്ക് എതിരെയുള്ള ഈ FIR ആണിത്. ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ, ഇപ്പൊ പഠിക്കുന്നവരല്ല, പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള FIR ആണ്. ഓക്കെ, അപ്പോ മണവാളൻ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തിയെ തലയ്ക്കടിച്ചു. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന സ്ഥലത്തോ ഇതിൻ്റെ ഇൻസിഡൻറ്റിൻ്റെ സമയത്തോ മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തി, ഈ തലയ്ക്കടി തമ്മിലടി ഈ സ്ഥലത്ത് മണവാളനില്ല. ഇതിപ്പോൾ മണവാളൻ പറയുമ്പോഴും ആ കാര്യം ക്ലിയറാണ്. മണവാളൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു വരവ് ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഉണ്ടായത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ സഞ്ജയ് എന്ന് പേരുള്ള ആളുടെ തല അടിച്ചു പൊട്ടിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നാണ് ഇവിടെ മണവാളൻ പറയുന്നത്. മീഡിയാസിൽ എല്ലായിടത്തും നമുക്ക് ഇവിടെ ന്യൂസ് വന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മീഡിയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞത് എന്നുള്ളത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഈ കേസിൻ്റെ കൂട്ടിയത് ഈ വിദ്യാർത്ഥികളെ ഇടിച്ചിട്ടു എന്നുള്ളൊരു സാധനം സ്ട്രെസ് ചെയ്ത് പോകുമ്പോൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവിടെ
ഫസ്റ്റ് കേസ് കൊടുത്തത് ഈ തലയ്ക്ക് അടി കിട്ടിയ വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഒരു കൗണ്ടർ കേസിൽ ഞാൻ പെട്ടുപോയി എന്നുള്ളത് മണവാളം പറയുന്നത്. ഓക്കെ, ഒരു കൗണ്ടർ കേസിൽ ഞാൻ പെട്ടു. അപ്പോൾ തലയ്ക്ക് അടി കിട്ടി പരിക്ക് പറ്റിയ വ്യക്തി ഡെഫിനറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയാണ് മണവാളൻ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത്. മണവാളൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പുറത്തിറങ്ങിയതിന് ശേഷം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച്, കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണം, കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെയ്യണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാലോ, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള കോംപ്ലിക്കേഷൻസ് മേ ബി ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. മേ ബി ഇത് അഡ്വക്കേറ്റ്സിനോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും. എന്താണെങ്കിൽ ബാക്കിയാണ് വീഡിയോ. സഞ്ജയ് എന്നൊരു വ്യക്തിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇവര് നേരെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഈ സഞ്ജയിനോട് ഞാൻ ഇപ്പൊ ഈ വ്യക്തിയെ, ഈ പാടത്തുള്ള ഒരു സഞ്ജയിനൊന്നും എനിക്ക് അറിയില്ല. ആൾക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവന്റെ കൂട്ടുകാരാണ് ആ ഗ്രൗണ്ടിൽ കളിച്ചേർന്നവരെല്ലാരും, ഇപ്പൊ ഇവരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓടും. അപ്പൊ സഞ്ജയ് തലക്കടിച്ചിട്ട് അത്രയും ചോര ഒളിച്ചു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവര് പിന്തുടരുന്നുണ്ടായിരുന്നു ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ പാടത്ത് കളിച്ചിരുന്ന പിള്ളേര് ഫുള്ള് പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇവര് വേഗം വണ്ടി എടുക്കുന്നു. ഇവരുടെ ഒരു ബൈക്കുമ്മേ 2 ബൈക്ക്, ഒരാൾ ഒറ്റക്കായിട്ട് വേറെ പോയി, 2 പേര് ചേർന്നിട്ട് വേറെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ സംഘങ്ങള് പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേര് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ഇവര് ബൈക്കുമ്മേ രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ. അപ്പൊ എന്റെ വണ്ടിയുടെ മുന്നിൽ ഇവര് എന്റെ വണ്ടിയുടെ മുന്നിൽ വീണു. അപ്പൊ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട്. പിന്നീന്ന് ഒരു സംഘം വന്നിട്ട് ചോരയിലെ കുളിച്ചിട്ട് സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് സംഭവം മനസ്സിലാവില്ല. ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവില്ല. നമുക്ക് അതിന്റെ CCTV ഫുട്ടേജ് നോക്കി നോക്കാം. ഇപ്പൊ ഈ പ്ലാൻ ചെയ്യാൻ പോണ CCTV ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവ സ്ഥലത്ത് ഏരിയ കളക്ട് ചെയ്ത CCTV ഫുട്ടേജ് ആണ്. അപ്പോ ഇവിടെ ഒരു ബൈക്ക് വീഴുന്നത് കാണാം. അതിന്റെ ബാക്കിൽ തന്നെ സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക്. ഞാനപ്പോ സംഭവം വെച്ചാൽ കൊല്ലാനുള്ളൊരു ഉദ്ദേശമാണെങ്കിൽ നേരെ വന്ന വണ്ടി വരുമ്പോൾ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നാലെ പോയിട്ട് വേണമെങ്കിൽ അവരെ അവിടെ ഇടിച്ചണ്ട് കയറ്റിയാണ് വേണ്ടായിരുന്നത്. ആ ബൈക്കിൽ നിന്ന് വീണ വ്യക്തികൾ കൊടുത്ത കംപ്ലൈന്റിന്റെ FIs ആണ്, മൊഴിയാണിത്. ഇതിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് സഞ്ജയ് കാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അതോടെ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഈ സഞ്ജയ് എന്റെ കാറിലും ഉണ്ടായിരുന്നു. എനിക്ക് ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയ പോലും ഇല്ല. ഇപ്പൊ ഇത് CCTV ഫുട്ടേജിൽ കാണാം, ഒരു ബൈക്ക് പാസ് ചെയ്യുന്നത്, ചോരയിൽ കുളിച്ചിട്ട് ഒരാള് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതാണ് സഞ്ജയ് എന്ന് പറഞ്ഞ ഒരാള്. എന്റെ വണ്ടിയിൽ ഇല്ല എന്നുള്ളത് ഈ CCTV ഫുട്ടേജിൽ തന്നെ വ്യക്തമാണ്. ഇപ്പോ കാറിൽ ഈ വ്യക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയിരുന്ന പോലീസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു നറേഷനിലോ ഈ വ്യക്തി, തലയ്ക്ക് അടി കിട്ടിയ വ്യക്തി മണവാളൻ്റെ കാറിനകത്തുണ്ടായിരുന്നു എന്നും മണവാളനെ വിളിച്ച് ഫ്രണ്ട്സ് കുറച്ച് പേര് വിളിച്ച് വരുത്തിയതാണ് എന്നുള്ളൊരു വേർഷനാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ മണവാളൻ പറയുന്നുണ്ട് ഈ സംഭവ ലൊക്കേഷനിൽ മണവാളനില്ല. പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ ഓടിച്ച, തലയ്ക്ക് അടി കിട്ടിയ വ്യക്തിയുടെ ഫ്രണ്ട്സ് തലയ്ക്ക് അടിച്ചവരെ ഓടിച്ച് അവർ ബൈക്കെടുത്ത് പോകുന്ന വഴിക്ക് മണവാളൻ ആ വഴി കാറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മണവാളൻ്റെ കാറിൻ്റെ മുന്നിൽ ബൈക്ക് സ്കിഡായി. മണവാളൻ സഡൻ ബ്രേക്ക് ഇടിച്ച് നിർത്തി. ഇതിലെങ്ങനെ മനഃപൂർവമായ നരഹത്യ മണവാളൻ്റെ പേരിലേക്ക് വരും? അല്ലെങ്കിൽ എന്തുകൊണ്ട്? അതായത് ഇപ്പം മണവാളൻ്റെ വേർഷനിൽ മണവാളൻ ഇവിടെ എവിടെയും ഈ 1 മുതൽ 9 വരെ പ്രതികൾ എന്ന് പറയുന്ന ലിസ്റ്റിൽ മണവാളൻ്റെ പേര് FIR ഇല്ലെങ്കിൽ പോലും മണവാളനെ ഇവർ പ്രതി ചേർത്തത് കൊണ്ടാണല്ലോ ഇവർ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. അപ്പം മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി. മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രതി ചേർത്തു. മണവാളൻ്റെ വണ്ടി മനഃപൂർവ്വം ഇവരെ ഇടിച്ചിവരിലേക്ക് കയറ്റി എന്നുള്ള മൊഴി ഇവർ കൊടുത്തു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ മണവാളിനെതിരെ ഒരു പോലീസ് ഫ്രെയിമിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സീരിയസ് ആയിട്ട് പറയാം. കാരണം പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. കാരണം മണവാളൻ്റെ വേർഷൻ വെച്ച് നോക്കുമ്പോൾ മണവാളൻ ജസ്റ്റ് അത് കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഓക്കെ, ആ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്നൊരു വ്യക്തി. ആ വ്യക്തിയുടെ വണ്ടിയുടെ മുന്നിലൊരു ബൈക്ക് വീണതിന് മണവാളിനെ ഈ പറഞ്ഞ രീതിയിൽ കേസിട്ട്
ആ കേസിൽ മണവാളിനെ പ്രതിയാക്കി. അങ്ങനെ പ്രതിയായ സ്ഥലത്ത് നിന്ന് ലുക്കൗട്ട് നോട്ടീസിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ലുക്കൗട്ട് നോട്ടീസിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മണവാളൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കിയ സമയത്ത് ഇപ്പം ഈ മണവാളൻ്റെ നറേഷൻ കേട്ടതിന് ശേഷം ഞാൻ പോയി നോക്കുന്നത്, മണവാളൻ ആക്ച്വലി ഈ പറഞ്ഞ ലുക്കൗട്ട് നോട്ടീസും ഈ കേസും നടക്കുന്ന സമയങ്ങളിൽ നാട് വിട്ടുപോയി എന്നാണ് ന്യൂസിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പല സമയങ്ങളിലായിട്ട് പല അവാർഡ് നൈറ്റിനും പലതരത്തിലുള്ള വീഡിയോസ് കൊളാബറേഷൻ മറ്റേ ആഡ് ഷൂട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് മണവാളൻ നാട്ടിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ ഈ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ ലുക്കൗട്ട് നോട്ടീസ് വരെ കാര്യങ്ങൾ എത്തുന്നതിനിടയിൽ മണവാളനെ പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ റെലവൻ്റാണ്. എന്തുകൊണ്ട് പോലീസുകാർ മണവാളനിലേക്ക് എത്തിയില്ല? അത്രത്തോളം ഇവർക്ക് എത്താൻ പറ്റാത്ത രീതിയിലൊരു പവർഫുൾ എൻറ്റിറ്റി ആയിട്ടാണോ മണവാളൻ നടന്നിരുന്നത്? അല്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത്, എല്ലാ പോലീസുകാരും മോശം എന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകളുടെ എന്താ പറയുക, കൃത്യനിർവഹണത്തിൽ വരുന്ന പിഴവുകൾ മറച്ചു വയ്ക്കാൻ പിന്നീട് എന്തു ചെയ്യും, കുറച്ച് ശുഷ്കാന്തി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ചില സാധനങ്ങൾ ഇട്ട് വയ്ക്കും, ചില സാധനങ്ങളാണ്ട് കൊണ്ടുവരും. ഈ പരിപാടികൾ കാണിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കയറിയതാണോ മണവാളിൻ്റെ പേരിൽ ഈ പറഞ്ഞ എന്താ പറയുക ലുക്കൗട്ട് നോട്ടീസും പരിപാടി എന്നുള്ളതൊക്കെ പോലീസിനെ അന്വേഷിക്കാൻ ആര് വരും? CBI കൊണ്ടുവരേണ്ടി വരും. അതായിരിക്കും അവസ്ഥ. ഇതാണെങ്കിലും CCTV ഫുട്ടേജ് വെച്ച് മണവാളൻ പറഞ്ഞ കാര്യങ്ങൾ, മണവാളൻ ഈ സ്ഥലത്തെ ഉണ്ടായിരുന്നില്ല, റോഡിലൂടെ പോകുന്ന വഴിക്ക് ബൈക്ക് മുന്നിൽ വീഴുമ്പോഴാണ് മണവാളൻ എന്ത് ചെയ്തത്, ഓഹോ ഇതെന്താ വിഷയം എന്ന് അറിഞ്ഞത് എന്നുള്ളതാണ് മണവാളൻ്റെ വേർഷൻ. കഴിഞ്ഞിട്ടില്ല. ബാക്കിൽ വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ പോലീസ് കോടതിയിൽ കൊടുത്തൊരു റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. പോലീസ് പരിശോധിച്ചിട്ട് ഇതിൽ എന്താണ് വണ്ടിക്ക് പരിക്ക് പറ്റിയത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ അതൊന്ന് വായിച്ചു തരാം. ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. KL 75B1079 നമ്പർ എന്ന ഹോണ്ട യൂണിക്കോൺ മോട്ടോർ സൈക്കിളിന്റെ പൊട്ടിയ ഹെഡ്ലൈറ്റും, അതായത് വണ്ടിയുടെ ഫ്രണ്ടിന്റെ ഹെഡ്ലൈറ്റിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, നോട്ട് ദ പോയിന്റ്. പിന്നെ വൈസറിന്റെ ഭാഗങ്ങൾ ഈ കേസിന്റെ തെളിവിലേക്കായിട്ട് ബന്ധവസിലെടുത്തു. അതായത് വെച്ചാൽ അവർ തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റിന്റെ വൈസർ പൊട്ടിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും പരിക്കണമെന്ന് നോക്കി നോക്കാം. പരിശോധിച്ചതിൽ പിൻവശം നമ്പർ പ്ലേറ്റും, പിന്നെ വലത് വശം സൈലൻസർ, ബ്രേക്ക് ലിവർ, പെട്രോൾ ടാങ്ക്, ഹാൻഡിൽ എന്നിവ ഒരഞ്ഞ നിലയിലും. വണ്ടി പിന്നെ വൈദ്യുതി വീഴുമ്പോ വണ്ടി ഒരഞ്ഞ പാടുകൾ ഉണ്ടാവും. അപ്പൊ ഇവര് കൊടുത്തൊരു പിന്നീന്നൊന്നും ഇടിച്ചതാ. പിന്നിൽ എവിടെ അപ്പൊ ഒരു ഫോട്ടോ ആഡ് ചെയ്യാ, GD എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഫോട്ടോ ആണ് ഇതായി കാണുന്നത്. ഞാൻ രാത്രി അവിടെ വണ്ടി എടുക്കേണ്ടിയിരുന്നു. രാത്രി പോയിട്ട് ഞാൻ ഇപ്പൊ ഒരു ഇങ്ങനെ പുലിവാല സംബന്ധിച്ച് GD എൻട്രി വേണ്ടി എടുത്ത ഫോട്ടോ ആണ്. ഇത്രയും വലിയൊരു വണ്ടി, അതൊരു XC700 എന്ന് പറഞ്ഞാൽ അത്രയും ഹെവി വെഹിക്കിൾ ആണ്. ഒരു ഉള്ളിത്തോട് പോലത്തെ ഒരു യൂണിക്കോൺ വണ്ടിയുടെ ബാക്കിൽ ഇടിച്ചിട്ട് അതിന്റെ ഫൈബർ പാർട്സ്, അതായത് മറ്റേ അത് ആ ബാക്കിലെ മഡ് ഗാർഡുമല്ലോ ഇല്ലെങ്കിൽ അതിന്റെ ടെയിൽ ലാമ്പ് ഇല്ലേ, ആ ടെയിൽ ലാമ്പ് അതൊന്നും ഒരു പോറലോ പൊട്ടലോ ചിന്നലോ പോലും വന്നിട്ടില്ല. ഇത്രയും വലിയ വണ്ടി ഇടിച്ചാല് എന്താ സംഭവിക്കുന്നത് ഏകദേശം കോമൺ സെൻസ് ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പോലീസുകാരുടെ റിപ്പോർട്ടിൽ തന്നെ വണ്ടി ഒരഞ്ഞു വീണ പാടും, പിന്നെ പരിക്കുള്ളത് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ്. ആ ഒരഞ്ഞു വീഴുമ്പോ ഫ്രണ്ട് മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടിലും പരിക്ക് പറ്റും. അപ്പൊ ഈ ഇതിന് തന്നെ ഏകദേശം മനസ്സിലാവുന്നത് എങ്ങനെയാണ് വണ്ടി വീണിട്ടുണ്ടാവുന്നത്. വണ്ടി വൈദ്യുതി വീണാ ഒരഞ്ഞ പാടും ഉണ്ടാവും. ഈ ഫ്രണ്ടിലും എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം വെച്ചാൽ ചിരി വരും. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്ത് വണ്ടി ബാക്കിൽ വന്നിട്ട് ഇടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ പരിക്ക്. എന്റെ ഒരു അവസ്ഥ ഈ കഷ്ടകാലം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഇനി ഫ്രണ്ടിൽ വീണ് ഞാൻ ബ്രേക്ക് പിടിച്ചു. ബാക്കിൽ നിന്ന് ഇതുപോലെ സഞ്ജു എന്ന് പറഞ്ഞ ആളും വേറെ അവന്റെ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു സംഘർഷാവസ്ഥയാണ്. ഈ വീണ ഒരു ചെക്കൻ കാലിന് അവിടെ എന്തോ ചാലിലെന്തോ കാല് കുടിയിട്ട് ആ ചെക്കന്റെ കാലിന് പരിക്കേറ്റു. ഒരുത്തിന് കുഴപ്പമില്ല, ഒരുത്ത അവിടെ കത്തി വീശിട്ട് അവൻ ഓടുന്നുണ്ടായിരുന്നു. സംഭവം നോക്ക് സംഘർഷാവസ്ഥ കണ്ടപ്പോ ഞാൻ നേരെ വണ്ടി എടുത്തു. ഞാൻ ഈ പുലിവാലി പിടിക്കുന്നില്ല, ഞാൻ നേരെ വണ്ടി എടുത്ത് ഞാൻ വിട്ടു. അതാണ് സംഭവം ഉണ്ടായത്. മണവാളന്റെ ഈ ഒരു വേർഷനകത്ത് എവിടെയോ എന്തില്ല, മണവാളൻ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ഒരു ബന്ധവും ഉള്ളതായിട്ട് മണവാളൻ്റെ വേർഷനിൽ നിന്ന് എനിക്ക് പേഴ്സണലി കേട്ടിട്ട് മനസ്സിലായില്ല. ഓക്കെ, മണവാളൻ പറയുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി മണവാളിന് ഇതുമായിട്ട് എന്തില്ല, ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് മണവാളൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറഞ്ഞ ലുക്കൗട്ട് നോട്ടീസ് വരെ പോലീസ് എത്തിച്ചത്? ഞാൻ FIR റിപ്പോർട്ടിലെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചു തരാം. 1 മുതൽ 10
കൂടിയ പ്രതികൾ കേരളവർമ്മ കോളേജിൽ വെച്ചുണ്ടായ വാക്കുതർക്കം മൂലമുണ്ടായ വൈരാഗ്യത്തിൽ 19/4/2024 തീയതിയിൽ 17:30 മണിക്ക് അയ്യന്തോൾ ചുങ്കം റോഡിൽ സമീപം പബ്ലിക് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തിരുന്ന ആവലാതിക്കാരനെയും സുഹൃത്തായ ജ്യോതി ബസുവിനെയും വാഹനമിടിച്ച് അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി കാർ മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാൽ ഇരുവർക്കും മരണം വരെ സംഭവിക്കാമെന്ന അറിവോടെ കാറിൽ പിന്തുടർന്ന് വന്ന് അവനെ കൊല്ലടാ എന്നും അവനെ ഇടിച്ച് വീഴ്ത്തടാ എന്നും ആക്രോശിച്ച് അടുത്തെത്തിയ സമയം ആവലാതിക്കാരൻ കാർ മോട്ടോർ സൈക്കിളിൽ ഇടിക്കാതിരിക്കാൻ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റിയ സമയം മനഃപൂർവ്വം കാർ മോട്ടോർ സൈക്കിളിൽ ഇടിപ്പിച്ചതിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്ന ആവലാതിക്കാരനും പുറകിലിരുന്ന് സഞ്ചരിക്കുന്ന ജ്യോതി ബസുവിനും റോഡിലേക്ക് തെറിച്ച് വീണ് ആവലാതിക്കാരൻ്റെ വലത് കൈമുട്ടും വലത് കാൽമുട്ടും വലത് വശം തുടയുമുരഞ്ഞ് പൊട്ടുന്നതിനും സുഹൃത്തായ ജ്യോതി ബസുവിൻ്റെ വലത് കാൽപാദത്തിൻ്റെ എല്ലിന് പൊട്ടലും മുറിവും തലയ്ക്ക് തുടയുടെ എല്ലിനും വലത് ഷോൾഡറിൻ്റെ എല്ലിനും ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയും ഈ സമയം ആവലാതിക്കാരൻ മോട്ടോർ സൈക്കിൾ വെട്ടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ കാർ ഇടിച്ച് ഇരുവർക്കും മരണം വരെ സംഭവിക്കാം ഇടയായിരുന്ന കാര്യം എന്നാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലുള്ളത്. അതായത് ഇതിൽ കൊല്ലടാ അവനെ ഇടിച്ച് വീഴ്ത്തടാ എന്ന് ആക്രോശിച്ച് കാറിൽ വന്ന് മനഃപൂർവ്വം സൈഡാക്കിയ ബൈക്കിലേക്ക് ഇടിച്ച് കയറ്റിയെന്നാണ്. ഇതെന്തോന്നാണ് ഇത്? എന്താണെങ്കിലും മണവാളൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നൗ തിങ്സ് ആർ ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, എന്താണെങ്കിലും മണവാളൻ കുറച്ചധികം തെളിവുകളും കൂടി കയ്യിൽ വെച്ചിട്ടായിരിക്കണം ഇനി മേ ബി ഒരു വീഡിയോയും കൂടിയും ചെയ്യും എന്നുള്ള രീതിക്ക് ഇരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇനി മണവാളൻ എന്തിനു ഒളിവിൽ പോയി, ലുക്കൗട്ട് നോട്ടീസ് എങ്ങനെ വരാനുള്ള കാര്യങ്ങളുണ്ടായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി മണവാളൻ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അതും കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് മണവാളൻ്റെ സൈഡ്. ഈ സൈഡ് കേട്ടപ്പോൾ കംപ്ലീറ്റ് ഡൗട്ട്. ഇപ്പോൾ ചില പോലീസുകാർ ഇത് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് FIR ഇടുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആളുകൾ എന്തുകൊണ്ട് ഇതേപോലത്തെ ഒരു FIR ഇട്ടു എന്നുള്ളതിൽ വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഭവ സ്ഥലത്തേ ഇല്ലാത്തൊരു വ്യക്തിക്ക് FIR വരുമ്പോൾ ഇങ്ങനൊരു സാധനം വരുകൂടെ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണപ്പം നടന്നത്? ഏത് രീതിയിലാണ് ഒരാളിലേക്ക് ഫ്രെയിമിങ് ചെന്നത് എന്നുള്ളൊരു സംശയം വരുമല്ലോ. എന്താണെങ്കിലും ഇതിനുള്ളൊരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ മണവാളൻ്റെ അടുത്തൊരു വീഡിയോ എനിക്ക് തോന്നുന്നു മേ ബി അത് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. മണവാളൻ അടുത്തൊരു വീഡിയോ എന്താ, അതിനകത്ത് എന്താ പറയുന്നത് അല്ലെങ്കിൽ എന്താ വെക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പോലീസുകാരായതുകൊണ്ടേ കംപ്ലീറ്റ്ലി നമ്പാനും പറ്റില്ല. ചില പോലീസുകാരെ കംപ്ലീറ്റ്ലി നമ്പക്കൂടാതെ.